അത് എല്ലാ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് ഇസ്രയേലിലേക്ക് 65ാമത്തെ തവണ എൻ്റെ ബരാഷ് ആണ് വിട്ടിരിക്കുന്നത്. അതിൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടായിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണമൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 150ഉം 200ഉം 300ഉം ഒക്കെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ക്രൂസ് മിസൈലുകളൊക്കെ ഒരുമിച്ച് വിട്ടപ്പോൾ ഒരു 10ഓ 12ഓ ഹിറ്റിൽ കൂടുതൽ ഇസ്രയേൽ ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പം എന്താണ് ഇങ്ങനെ ഹിറ്റ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇപ്പോൾ ഹിറ്റുകൾ പെർ മിസൈൽ നോക്കുകയാണെങ്കിൽ എണ്ണം കൂടാൻ കാരണം ഒന്ന് ക്ലസ്റ്റർ ആമ്യുനേഷൻ അയക്കുന്നതുകൊണ്ടാണ്. ക്ലസ്റ്റർ ആമ്യുനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് നിങ്ങൾ ഒരു മിസൈലിനെ തകർത്താൽ പോലും അത് 10ഉം 80ഉം പീസായിട്ട് ചീളായിട്ട് പല സ്ഥലങ്ങളിൽ ചെന്ന് വീഴും. ഈ ഒരു ചീള് ഒരു എണ്ണ ഡിപ്പോയുടെ ഒരു സ്റ്റോറേജിലാണ് വന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് മതി അതവിടെ നിന്ന് കത്താൻ. അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലാണ് വന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് മതി ആ ഭാഗത്തൊരു തീപിടുത്തം ഉണ്ടാവാൻ. ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ ഇരിക്കുന്നത് നോക്കൂ, എവിടെയാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇനി അതല്ല തന്നെ ഈ ക്ലസ്റ്റർ ആമ്യുനേഷൻ അല്ലാത്തതാണെങ്കിലും വലിയ ബാലിസ്റ്റിക് മിസൈൽസ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു തവണയല്ല ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അത് പീസസ് ആവും. അതിൽ ഓരോ പീസസും നല്ല ബേണിങ് ഹോട്ടായിരിക്കും, നല്ല ചുട്ടുപഴുത്ത സാധനമായിരിക്കും. ഇത് വന്ന് ഇത്രയും വലിയ കൈനറ്റിക് വേഗത, ആ വേഗത ഭയങ്കരമാണ്. ആ വേഗതയിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഡെബ്രി വീണ് പെട്രോൾ പമ്പ് കത്തും, ഉറപ്പായിട്ടും കത്തും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹൈഫയിൽ സംഭവിച്ചത്. ഇൻ്റർസെപ്റ്റഡ് ആയിട്ടില്ല. ഇപ്പോൾ ഈ ഇസ്രയേലിനുള്ളിൽ ഞാൻ അടുത്തിടെ ടൈംസ് ഓഫ് ഇസ്രയേലിൽ ഒരു വാർത്ത വായിച്ചത്. അതായത് ഇസ്രയേലിലെ ഈ വാതുവയ്പ് പന്തയം എന്ന് പറയുന്ന കമ്പനികളുടെ അടിസ്ഥാനത്തിൽ അവർ അൺഒഫീഷ്യലാണ് യഥാർത്ഥത്തിൽ. അപ്പം അതിനകത്ത് ഇങ്ങനെയാണ്, ഇന്ന് ഹൈഫയുടെ നോർത്തേൺ സൈഡിൽ ഇന്ന് ഒരു മിസൈൽ വന്ന് വീഴും എന്നുള്ളതാണ് ഒരു പന്തയം. ആ പന്തയത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അല്ലെ രണ്ട് വശത്തും ആളുകൾ പൈസ വെക്കും. അപ്പം ഇതൊരു ഉണ്ടായ കേസാണ് ഞാൻ പറയുന്നത്. ഒരാൾക്ക് ത്രട്ട്, ഒരു ജേർണലിസ്റ്റിന് ഭയങ്കരമായ ത്രട്ട് വന്നു. ഈ പന്തയത്തിൽ തോറ്റ ആളുകൾ അല്ലെ തോക്കാൻ പോയ ആളുകൾ അവർ ഇയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ദിവസങ്ങളോളം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിറ്റായിട്ട് എടുക്കില്ല. ഉദാഹരണമായിട്ട് ഈ പറയുന്ന ഹൈഫയുടെ ഉത്തരഭാഗത്ത് 2 മിസൈല് വന്ന് സ്ഫോടനം ഹിറ്റ് ചെയ്തു, ഇവിടെ കാറിലോ അതിലൊക്കെ വീണു. പക്ഷെ അത് ഇൻ്റർസെപ്റ്റഡ് ഡെബ്രി ആണെന്നുണ്ടെങ്കിൽ അവരതിനെ ഹിറ്റായിട്ട് എടുക്കില്ല. അതാണ് പന്തയം. അപ്പം ഞാൻ ഈ പറഞ്ഞ കേസിൽ ജേർണലിസ്റ്റ് എഴുതിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇൻ്റർസെപ്റ്റഡ് ആയിട്ടുള്ള ഡെബ്രിയാണ് വന്ന് വീണത് എന്ന് എഴുതി. കാരണം അയാൾക്ക് IDF നിന്ന് കൊടുത്ത വിവരം അനുസരിച്ചും മറ്റ് സോഴ്സിൽ നിന്നും അയാൾ കണ്ടതുമൊക്കെ അങ്ങനെയാണ്. അയാൾ അതുകൊണ്ട് അങ്ങനെ എഴുതി. അപ്പോൾ ഈ പന്തയത്തിൽ ഏർപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ ഇൻ്റർസെപ്റ്റഡ് ഡെബ്രി എന്ന് എഴുതിയത് ശരിയായില്ല, ഇൻ്റർസെപ്ഷൻ എന്നുള്ളതൊന്ന് മാറ്റാന്നുണ്ടെങ്കിൽ ഇത്ര $1 മില്യൺ കിട്ടും, അതിലൊരു പങ്ക് നിങ്ങൾക്കും തരാം, അതുകൊണ്ട് നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞ് 2-3 ദിവസം പല രീതിയിലും സാമം ദാനം ഭേദം ദണ്ഡം എന്ന രീതിയിൽ ഇയാളെ അനുനയിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും കൊല്ലും പല രീതിയിൽ അയാൾ അത് ടൈംസ് ഓഫ് ഇസ്രയേലിന് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹിറ്റ് ഇൻ്റർസെപ്ഷൻ കഴിഞ്ഞുള്ള ഹിറ്റ് ഇതെല്ലാം വ്യത്യാസമാണ്. ഈ ഹൈഫയിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇൻ്റർസെപ്റ്റ് ചെയ്തൊരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു പീസ് വന്ന് വീഴുകയാണ് ഉണ്ടായത്. അത് അവിടുത്തെ റിഫൈനറിയിലെ എണ്ണ നിന്ന് കത്താൻ എണ്ണയിൽ വീണിട്ടില്ല, എണ്ണ ഡിപ്പോയിൽ വീണിട്ടില്ല, സ്റ്റോറേജിൽ വീണിട്ടില്ല. അവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ സെക്ഷനുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ എവിടെയാണ് വീണത്. അതുവഴി വന്ന സമയത്ത് കുറേ ഇലക്ട്രിക്കൽ പവർ അതിൻ്റെ ബന്ധങ്ങൾ ഡാമേജായി. അങ്ങനെയാണ് അവിടെ ഒരു തീ ഉണ്ടായത്. ആ തീ പുകയുണ്ടായി. അത് അവർ കണ്ടെയ്ൻ ചെയ്തു എന്ന് തന്നെയാണ് അവരെ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പറയുന്നത്. വൈദ്യുതി ബന്ധവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയുണ്ടായി. ഈ ഹൈഫയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈഫ കഴിഞ്ഞ 12 ദിവസ യുദ്ധത്തിൽ 2025 ജൂൺ 13 മുതൽ 22 വരെയുള്ള ആ യുദ്ധ കാലഘട്ടത്തിലും ഇതേപോലെ ഹൈഫ ഹിറ്റായതാണ്. അപ്പോൾ ഹൈഫ ഹിറ്റാവുന്നു എന്ന് പറയുന്നത് ബേസിക്കലി ഇസ്രയേലിൽ വളരെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ ഈ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഇനി നാളെ ഞാൻ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടൊന്ന് പറയാം, ഈ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ഈ പലരും ഏറെ ആഗ്രഹിക്കുന്ന നെതന്യാഹുവിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ കാറ്റ്സിൻ്റെയോ ഒക്കെ മുകളിൽ ഇതേ കണക്ക് ഡെബ്രികളും ബോംബുലെറ്റുകളും ഒക്കെ വന്ന് വീഴാനുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം